ഹലോ ദാസ് പിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 10 മണിക്ക് വനിതയിൽ പോയിട്ട് സിനിമ കണ്ടു. അപ്പോൾ സിനിമ കണ്ടപ്പോൾ നമുക്കറിയാം ഈ വലതുവശ കള്ളൻ എന്ന സിനിമ ഓവർ ഹൈപ്പൊന്നും ഇല്ലാതെ വലിയ ഈ പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്ന സിനിമയാണ്. പക്ഷേ നമ്മളെല്ലാവരും ഒരു സിനിമാ പ്രേക്ഷകൻ എന്ന നിലയിൽ ആ സിനിമ കാണാൻ ഉള്ള രണ്ട് കാരണം, ഒന്ന് ജിത്തു ജോസഫായിരുന്നു, പിന്നെ രണ്ട് അതിൽ അഭിനയിക്കുന്നത് നമ്മുടെ സ്വന്തം ബിജു മേനോനും ജോജു ജോർജുമായിരുന്നു. അപ്പോൾ അത്രത്തോളം മാസ്മരികമായി അസാധ്യമായിട്ട് അഭിനയിക്കുന്ന രണ്ട് നടന്മാർ ഒരുമിച്ച് വരുന്ന സിനിമ എന്നുള്ള രീതിയിലാണ് ആ സിനിമ ഇത്രത്തോളം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. പക്ഷേ അത് ആ രീതിയിൽ അത് പ്രൊമോഷൻ ആയില്ലെങ്കിലും അതായിരുന്നു ഒരു സിനിമ, ഒരു കോർ സിനിമ പ്രേക്ഷകൻ്റെ ആ ഒരു എയിം, ആ ഒരു രണ്ടുപേരുടെ അഭിനയം കാണുക എന്നുള്ളതാണ്. അപ്പോൾ അതിലെത്രത്തോളം വിജയിച്ചു ജിത്തു ജോസഫ് എന്നതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. പിന്നെ നമുക്കറിയാം ജിത്തു ജോസഫിൻ്റെ സ്ഥിരം സിനിമ പാറ്റേൺ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ഈ സിനിമ. അപ്പോൾ ഇത് എത്രത്തോളം ഹൈപ്പ് ഇതിന് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഒരു കാര്യം ആദ്യമേ ഞാൻ പറയാം, ഇത് ശരിക്കും ഒരു മെമ്മറീസോ ഒരു ദൃശ്യമോ അല്ല. അത് രണ്ടും ക്ലാസിക് സിനിമകളാണ്. അതായിട്ട് കമ്പയർ ചെയ്യാനോ അതായിട്ട് മുട്ടിച്ചു പോകാനോ നിങ്ങൾ നിൽക്കരുത്. അങ്ങനെ മുട്ടിച്ചു നോക്കിയാൽ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും. ഓവർ ഹൈപ്പിൽ നിങ്ങൾ ഈ സിനിമ കാണരുത്. പക്ഷേ ഈ സിനിമ വളരെ ഫ്രഷായിട്ട് നല്ല വൃത്തിക്ക് എടുത്തിരിക്കുന്ന സിനിമ, അങ്ങനെ വേണം ഇതിനെ പറയാൻ. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും, ഇതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും, ഇതിൻ്റെ ബാക്കിയെല്ലാം, ഇതിൻ്റെ അഭിനേതാക്കളുടെ അഭിനയമാണെങ്കിലും, സീൻ ബൈ സീൻസ് ഡയലോഗുകളാണെങ്കിലും എല്ലാം ചേർന്ന് സമന്വയിപ്പിച്ച് നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിരിക്കുന്ന സിനിമ. അതായത് സംവിധായകൻ്റെ കാഴ്ചപ്പാടുള്ള ക്യാമറയിലൂടെ വരുന്നത്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ക്യാമറയൊക്കെ നല്ല ഒഴുകി നടന്ന് നമ്മളെ ഭയങ്കര എൻഗേജിങ് ആക്കുന്ന തരത്തിലുള്ള ഷോട്ടുകളും സീനുകളും എല്ലാം ഈ സിനിമയിലുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ കുറേ ലോജിക്കിൻ്റെ പ്രശ്നം എന്നൊക്കെയുള്ള രീതിയിൽ ചിലപ്പോൾ അങ്ങനെ ടോക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളെ പൊട്ടനാക്കുന്ന സിനിമകളിലെ ലോജിക്ക് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുള്ളൂ. ഇത്തരം സിനിമകൾ, അതായത് അത്ര ലോജിക്ക് മോശമായൊരു സിനിമയും ആയിട്ട് എനിക്ക് തോന്നിയില്ല. മറ്റുള്ളവരുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ബിജു മേനോനെ പറ്റി തന്നെ നമുക്ക് ആദ്യം പറയാം. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകളുടെ പേര് പറയാം. ബിജു മേനോൻ സെൻട്രൽ ക്യാരക്ടർ, നമ്മുടെ ജോജു ജോർജ്, പിന്നെ ലിയോണ, പിന്നെ ഇർഷാദ്, അങ്ങനെയുള്ളവരൊക്കെ അഭിനയിച്ചിരിക്കുന്നത്. എല്ലാവരും അവരവരുടെ റോളും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിജു മേനോനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമയുണ്ടല്ലോ, ഇതുപോലുള്ള സിനിമകൾ ലാസ്റ്റ് ജിത്തു ജോസഫിൻ്റെ എല്ലാ സിനിമകളും ഉള്ള പോലെ നമ്മുടെ മലയാളത്തിൽ ഇത്തരം സിനിമകൾ ഇറങ്ങുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എങ്ങനത്തെ സിനിമ ഇറങ്ങിയാലും അതൊരു സോഷ്യലായിട്ട് റിലവൻ്റ് ആയിട്ടുള്ള സിനിമകൾ ഇവിടെ ഇറക്കാൻ നമ്മളെ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ആരും. അപ്പോൾ ഇതുപോലുള്ള സിനിമകളിൽ ചെറിയ മെസ്സേജുകൾ തരാൻ, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലെങ്കിൽ ഏതു ജോണറായെങ്കിലും അതിൽ ഒരു മെസ്സേജ് തരാൻ നമ്മുടെ സിനിമകൾക്കുള്ളൊരു കഴിവ്, അല്ലെങ്കിൽ നമ്മുടെ സംവിധായകർക്കുള്ളൊരു കഴിവ് എടുത്തു പറയണം. അത് വളരെ പ്രശംസനീയമാണ്. അത്തരമൊരു ചിന്താഗതി വളരെ പ്രശംസനീയമാണ്. അത് ഈ ഒരു സിനിമയിലുണ്ട്. ഞാൻ പറഞ്ഞ് നിങ്ങളെ ഒരു ഇതാക്കുന്നില്ല, അതിൻ്റെ സ്പോയിലർ ആക്കുന്നില്ല. അപ്പോൾ ഈ സിനിമയിൽ ബിജു മേനോൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ, സിനിമ തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ തന്നെ ആ കഥയുമായി നമ്മൾ ചേർന്ന് പോകും. അത് 10 മിനിറ്റിനുള്ളിൽ തന്നെ ബിജു മേനോൻ ആരാണെന്നുള്ളൊരു ക്ലൂ, നമുക്ക് ആരാണ് ബിജു മേനോൻ എന്നുള്ളൊരു സംഭവം നമുക്ക് ഇട്ട് തരും. അതിനിടയിൽ അത് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം തന്നെയാണ് സെൻട്രൽ കഥാപാത്രമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ജോജു ജോർജ്, നമുക്കറിയാം ജോജു ജോർജും ബിജു മേനോനും ഇതിനു മുമ്പ് ഏതെങ്കിലും സിനിമയിലെ പറ്റി ഇല്ലെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ ഒരു അയ്യപ്പനും കോശിയും എന്നുള്ളൊരു സിനിമയിലും അല്ലെങ്കിൽ അനുരാഗരിക്കും വെള്ളത്തിലൊക്കെ നമ്മൾ ഈ ബിജു മേനോൻ്റെ കഴിവ് നമ്മൾ കണ്ടറിഞ്ഞതാണ്. ആ രീതിയിൽ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. നമ്മൾ ഈ 100 ചോദിച്ചാൽ, ഞാൻ പലപ്പോഴും പറയുന്നത് 100 ചോദിച്ചാൽ 150 200 തരുന്ന ആക്ടേഴ്സാണ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ്. അപ്പോൾ ഇതുപോലൊരു പോലീസ് കഥാപാത്രം ചെയ്യാൻ, ഇത് പോലീസ് അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത വിധത്തിൽ അത്ര മനോഹരമായിട്ട് ഇതിനെ എഴുതി വെച്ച് ഇതിനെ കാണിച്ച് വെച്ചിരിക്കുന്നു ബിജു മേനോനും ജിത്തു ജോസഫും. അതുപോലെ തന്നെ ജോജു ജോർജിൻ്റെയും ബിജു മേനോൻ്റെയും അത് പെട്ടെന്ന് തീർന്നു പോയ പോലെ ഒരു ഫീൽ എനിക്ക് വന്ന്. അത്ര പെട്ടെന്ന് തീരരുതായിരുന്നു അവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ. എന്തായാലും ഇതൊരു തുടക്കമാവട്ടെ. കാരണം നമുക്ക് ഇനിയും നല്ല ഒരു മുഴുനീള കഥാപാത്രം ഇവർ രണ്ടും തമ്മിൽ ചെയ്താൽ നമുക്ക് മലയാളത്തിന് കിട്ടുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു സിനിമ ഏതെങ്കിലും അണിയറ പ്രവർത്തകരുണ്ടെങ്കിൽ ഇവരെ വെച്ച് സിനിമ ചെയ്താൽ നല്ല രീതിയിൽ നല്ല രസമായിരിക്കും ഒരു അഭിനയം കണ്ടിരിക്കാൻ. ഇതിലെ അഭിനേതാക്കളുടെ പ്രകടനം എന്ന് പറഞ്ഞാൽ അതിശയിപ്പിക്കുന്നതാണ്. നല്ല രീതിയിലുള്ള അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. കഥയിലും മറ്റ് കാര്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടു പറഞ്ഞ കഥകൾ, അല്ലെങ്കിൽ നമ്മൾ ഇതെന്തുന്ന കഥകൾ എന്നൊക്കെ പറയാൻ ഒരുപാട് പേരുണ്ടാവും. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലുള്ള സിനിമ പോകുന്നത്. പക്ഷേ നിങ്ങൾ ഓവർ ഹൈപ്പിൽ പോകരുത്.
ഇത് ദൃശ്യമായിട്ടും മെമ്മറീസായിട്ട് കമ്പയർ ചെയ്യരുത്. ഇതൊരു മാറി നിൽക്കുന്നൊരു സിനിമ. പക്ഷെ നമ്മൾ കണ്ടു മറന്ന എന്തൊക്കെയോ കഥകൾ ഇതിൻ്റെ പുറകിലുണ്ട്. നമ്മൾ ഇതുപോലുള്ള ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ നിൽക്കുമെങ്കിലും ഇതിൻ്റെ അഭിനേതാക്കളുടെ അഭിനയം, സിനിമോട്ടോഗ്രാഫി, എഡിറ്റിങ്, ബി ജി എം ഒക്കെ നല്ല മാസ് സാധനം. ബിജു മേനോൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ നായകനെ പൊക്കിയടിക്കുന്ന രീതിയിലല്ല ഈ സിനിമ പോയിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ആളുകളുടെ റിവ്യൂവർമാരൊക്കെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ നമ്മൾ ഈ നെഗറ്റീവ് പറയുന്ന ഒരു സമീപനം, എല്ലാ സിനിമയിലും നെഗറ്റീവ് പറഞ്ഞാലേ എനിക്ക് വ്യൂ കിട്ടുള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഈ സിനിമയെ കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ജിത്തു ജോസഫിൻ്റെ പേര് കാണിക്കുമ്പോൾ കയ്യടികളും ഉണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ദൃശ്യം 3 ഒരു ലെവലൊക്കെ ഒരു മേക്കിംഗ് ക്വാളിറ്റി കൊണ്ടുവന്നാൽ കുറച്ചുകൂടി നമുക്ക് ദൃശ്യവിസ്മയം തന്നെ ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തായാലും ഈ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ ഓടും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇത് OTT-യിലും അത്യാവശ്യം നല്ലൊരു OTT പ്ലാറ്റ്ഫോം എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം റിപ്പീറ്റബിൾ വാച്ചബിൾ ഒരു ചാൻസ് ഉള്ളൊരു സിനിമയാണ്. പ്രത്യേകിച്ച് OTT-യിലൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ സിനിമ ഉള്ളൊരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും നമുക്ക് തന്നെ. അതായത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ എല്ലാത്തരം ലാംഗ്വേജുകളിലും ഓടിക്കാനും പറ്റുന്നൊരു സിനിമ. അതേപോലുള്ള കഥ നമ്മളിവിടെ കുറേ കണ്ട് ശീലിച്ചാണെങ്കിലും മറ്റുള്ളവർക്ക് ഒരു ഡബ് ചെയ്ത് ഇട്ടാൽ അവർക്കത് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മേക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു കഥാസന്ദർഭമാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. എന്തെങ്കിലും തിരിച്ച് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് കൂടി ചെയ്താൽ ഉപകാരമായിരിക്കും. ഏകദേശം 10-15ഓളം വീഡിയോ ഞാനിതുവരെ ചെയ്തിട്ടുള്ളൂ. അധികം സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല. എന്നാലും ഒരു ഷോർട്സായിട്ട് ഞാൻ ഓൾറെഡി ഈ സിനിമയെ പറ്റി ഇട്ടിട്ടുണ്ട്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.